ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരിക? ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുവാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് പിന്നെ നോർത്ത് മാരാരിക്കുളം നോർത്ത് ഞങ്ങൾ ഒരു 10-40 പേരോളം ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുവാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തന്നെ ജീവിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ നവംബർ 30-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ DMO ഓഫീസിൽ എനിക്കായിരുന്നു മീറ്റിംഗ്. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ എല്ലാ FHSയിലെ ഒരാൾ വെച്ച് നമ്മൾ പങ്കെടുക്കാം. ആ DMO ഓഫീസിൽ തന്നെ ഞാൻ 10 പേപ്പറിൽ എഴുതി എല്ലാ കാര്യങ്ങളും വ്യക്തമായി. അതായത് ഞങ്ങൾക്ക് 1-ാം തീയതി മന്ത്രി അവലോകന യോഗം തുടങ്ങിയാൽ തന്നെ ഞങ്ങളുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. അത് തൊട്ട് അന്ന് ഞങ്ങൾക്ക് ഒരു വാർഡിൽ പോകേണ്ട ഞങ്ങളിപ്പോൾ പല വാർഡുകളിലും പോകേണ്ടതായിട്ടാണ് വരുന്നത്. പല വാർഡുകളിൽ പോയി കഷ്ടപ്പെടുക. ഞങ്ങൾക്ക് ഒരു നേരം എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും. പക്ഷേ അവർ പറയുന്ന എല്ലാ ജോലികളും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ചെയ്യുന്നവരാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്ക് തരാനുള്ള പൈസ അത് കൃത്യമായിട്ട് തന്നുകൂടെ? ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞല്ലോ, പിന്നെ 13,200 രൂപ ഞങ്ങൾക്ക് ഓണറേറിയമായിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഞങ്ങൾക്ക് എവിടെ കിട്ടിയെന്നാണ് പറയുന്നത് ഓണറേറിയം? ഞങ്ങൾക്ക് 5 പൈസ പോലും കിട്ടിയിട്ടില്ല. അവിടെ പോയി നവംബർ 30-ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഡിസംബർ 5-ാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ പൈസ കയറിയില്ലെങ്കിൽ ഞങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ആശാ വർക്കർമാർ ഈ DMO ഓഫീസിൽ കാണുന്നത്. ഞങ്ങൾക്കൊരു യൂണിയൻ ഇല്ല. ഞങ്ങൾക്ക് ഇതായിട്ടുള്ള ഒരു യൂണിയൻകാരുണ്ട്. CITയുടെ യൂണിയൻകാർ പൈസ തിന്നാൻ വേണ്ടി കുറേ യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി അവർ പിന്നെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ആശാ പഞ്ചായത്തിൽ ഇട്ടിട്ടുണ്ട്. ഈ സമരത്തിന് പങ്കെടുക്കുന്നവർക്ക് ഓണറേറിയം കൊടുക്കത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കണ്ട് ഞങ്ങൾ പുറകോട്ട് പോകത്തില്ല. സമരത്തിന് വന്നു കഴിഞ്ഞാൽ ഓണറേറിയം പിടിച്ചു വെക്കും എന്ന് പറഞ്ഞു. ഈ സമരത്തിന് വന്നു കഴിഞ്ഞാൽ DPM ആലപ്പുഴ ജില്ലയിലെ DPM ആണ് പറഞ്ഞത്. പിന്നെ ഇത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിന് എനിക്കൊരു പേടിയുമില്ല. ഈ ഓണറേറിയം ഞങ്ങൾക്ക് തരത്തില്ലെന്ന്. ആരുടെയും കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ ഇടന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം ഇട്ടേച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നതാണ്. അത് തരുന്നതിന് ഇവർക്ക് എന്തിനാണ് മടി തരുന്നത്? ഈ സമരം ഞങ്ങളിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കാര്യം ഞങ്ങൾ നിശ്ചയിക്കുന്ന ഓണറേറിയം ഞങ്ങൾക്ക് ഇട്ടിത്തന്നിരിക്കണം. ഈ മന്ത്രി വീണ ജോർജ് പറഞ്ഞല്ലോ, 13,200 രൂപ പറഞ്ഞല്ലോ മന്ത്രി വീണ ജോർജ്. അത് ആരുടെ അക്കൗണ്ടിലോട്ടാണ് പോണത്? മന്ത്രിയുടെ അക്കൗണ്ടിലായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ ആരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല. അത് തെളിവ് ഞങ്ങൾക്ക് വേണം. ആ 13,200 ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. KV തോമസിന് ഡൽഹിയിലെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ ഓണറേറിയം ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് ആശാവർക്കർമാർ തങ്ങൾക്ക് 13,000 രൂപ പോലും കിട്ടുന്നില്ല എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ദിവസങ്ങളായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത്.